ഇനി കാശില്ലാത്തതുകൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ്ട. വീട്ടിൽ തന്നെ ഒരു കുഞ്ഞു ഫ്രെയിമോ കുറച്ച് വലിയ ഫ്രെയിമോ ഏതെങ്കിലും സൈസിലുള്ള ഫ്രെയിമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നേ. ആദ്യം തന്നെ നമ്മൾ ഏത് ഫ്രെയിമാണോ സൈസ്, അതായത് ഫ്രെയിം നടുക്ക് വെക്കേണ്ട സംഭവം, ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൈ വെച്ച് വരയ്ക്കണതാണെങ്കിലോ ആ ഒരു ഇതിൻ്റെ സൈസ് വെച്ചിട്ട് 4 സൈഡിലും ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നടുക്ക് വെക്കണ സംഭവത്തിൻ്റെ ഒരു 1 സെൻറ്റിമീറ്റർ സ്പേസിലാണ് ഇത് മൊത്തം ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് ഈ ക്രോസ് സെക്ഷൻ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ 4 സൈഡിലും, അതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഞാൻ വരച്ച് വെക്കണുണ്ടോ കറക്റ്റ് അതേപോലെ തന്നെ വരച്ചിട്ട് ആ 1 സെൻറ്റിമീറ്റർ എടുത്ത് നടുക്കുന്ന് വരച്ചിട്ട് അതും കട്ട് ചെയ്ത് കളയണം. അതായത് 2 സൈഡിന് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, മറ്റേ 2 സൈഡിൻ്റെ ചെയ്യണ്ട. 2 ഓപ്പോസിറ്റ് വരുന്ന സൈഡിന് മാത്രം ചെയ്താൽ മതി. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ലൈൻസ് ഇട്ടിരിക്കുന്നില്ലേ, അത് ആ ഒരേ ഇതിൽ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് ഫ്രെയിം മടക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് നടുക്ക് വെക്കേണ്ട സംഭവം സെറ്റ് ചെയ്യാം. നടുക്ക് നമുക്ക് ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റ് എടുത്തതോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും എഴുതുന്നതായാലും വെക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ കാർഡെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ഒരു നമ്മുടെ ഡേറ്റ് മാത്രം വരുന്ന ഈ പിൻട്രസ്റ്റിലൊക്കെ കാണൂല്ലേ നമ്മൾ ഈ ഡേറ്റ് മാത്രം ഇങ്ങനെ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന പോലെ. പിന്നെ ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 4 സൈഡിലും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നടുക്ക് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഫ്രെയിം മടക്കി വരുമ്പോഴത്തേക്ക് ആ ഭാഗം കവറായിപ്പോവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ August 13 അപ്പോൾ ഞാൻ വിചാരിച്ചു സെൽഫ് ഗിഫ്റ്റിംഗ് അങ്ങനെയൊക്കെ ഇത്രയുള്ള കാര്യം. എന്നിട്ട് ഇത് നമ്മൾ അതിൻ്റെ നടുക്ക് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് മടക്കിയെടുത്ത രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ടൈം എഫേർട്ടൊക്കെ ആയിട്ട് നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചിലപ്പം പൈസ കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രഷ്യസ് ആയിരിക്കും അയാൾക്ക്. ഇത്രയേ ഉള്ളടാ. താങ്ക് യു. ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.